കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച യൂണിറ്റ് ലീഡേഴ്സിനും ഓഫീഷ്യൽസിനും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വടകര ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്നേഹാദരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അകലാപ്പുഴ ഹൗസ് ബോട്ടിലാണ് നടന്നത്. വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. DC അഡൽട്ട് കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കമ്മീഷണർ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ സ്നേഹാദര സന്ദേശം നൽകി. മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ, DO രേഷ്മ, SOC പി പ്രശാന്ത്, DOC VK സതീശൻ, രജിത, ജോബിച്ചൻ, C സതീശൻ, ശ്രീലത, UK അനിത എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ, പി ഗീത, PP കുഞ്ഞമ്മദ്, CK ഫൈസൽ എന്നിവർ മൊമെന്റോ വിതരണം ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി NK പ്രഭാകരൻ, SOC മുഹമ്മദ് കാസിം, ജില്ലാ അസോസിയേഷൻ ഭാരവാഹികൾ, ലോക്കൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ PG രാജീവൻ സ്നേഹാദരം ഏറ്റുവാങ്ങിയവരെ ചടങ്ങിനെ പരിചയപ്പെടുത്തി. സെക്രട്ടറി AP അസ്ലം സ്വാഗതം പറഞ്ഞു. DOC ഗൈഡ് ശാലിനി നന്ദി പറഞ്ഞു. സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ക്യാമ്പിനും മറ്റും പോകാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിന്ന് ഒഴിവായി പോയതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാം, ഒരു DO എന്നുള്ള രീതിയിൽ പറയുന്നത് തെറ്റാണ് എങ്കിൽ പോലും അധ്യാപിക ആയിരുന്ന സമയത്ത് അധ്യാപനം എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു എൻ്റെ ഒരു അജണ്ട. മറ്റ് കാര്യങ്ങൾ, ഒരു ക്ലബിൻ്റെ കാര്യം, സയൻസ് ക്ലബ്ബൊക്കെ എടുക്കുമായിരുന്നു, സയൻസ് ലാബിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു, സയൻസ് അധ്യാപികയാണ്, ബയോളജിയാണ്. ഈ അലക്കുകല്ല് എന്ന പ്രയോഗം ഇവിടെ ആരോ നടത്തിയത്, അത് ഇവർക്ക് ഒരു മാനഹാനിയൊന്നും വരികയെന്ന് വിചാരിക്കുകയാണ്. മാനഹാനി വന്നിട്ട് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കും പറഞ്ഞവന്റെ പേരിൽ. അത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രസംഗിച്ച ആളെന്ന് പറഞ്ഞിട്ട് അതിന്റെയൊക്കെ പോസിറ്റീവ് സൈഡ് എടുക്കണ്ടേ? അലക്കുകല്ലിന് എന്ത് രോമാഞ്ചായിരിക്കും അറിയോ? ഓരോ അടി കിട്ടുന്നു. അവരെ പരുവപ്പെടുത്തിയത് ഈ അടിയാണ്.